നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് എല്ലാ അത്ഭുതങ്ങളാണ്. പക്ഷെ നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ കുറേശ്ശെയായിട്ട് നമ്മുടെ അത്ഭുതങ്ങളൊക്കെ മിസ്സാവാറാണ് പതിവ്. പിന്നെ നമ്മുടെ മാജിക്കുകൾ പോയിട്ട് ലോജിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു പരീക്ഷണമാണ്. നിങ്ങൾക്ക് അത്ഭുതപ്പെടാൻ ഇപ്പോഴും പറ്റുന്നുണ്ടോ എന്നുള്ള ചെറിയൊരു പരീക്ഷണമാണ് ഞാൻ നടത്താൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നന്നായിട്ട് മുന്നോട്ട് പോകും. താങ്ക് യു. അപ്പൊ ഇപ്രാവശ്യം നിങ്ങളെ ഞാൻ കാണിക്കുന്ന കുറച്ച് റോപ്പുകളാണ്. വ്യത്യസ്ത നീളത്തിലുള്ള 3 റോപ്പുകളാണ്. ഇത് കുറെ കൂടി ഈസി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ഫാമിലി ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോ കുട്ടി ഓർ കുട്ടീസ്. ഓക്കെ, സെക്കൻഡ് വൺ മദർ ആണ്. ദ ഫൈനൽ വൺ, ദ ബിഗ് വൺ, ഫാദർ ആണ്. ഓക്കെ, അപ്പൊ ആർക്കും കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള 3 സൈസ് റോപ്പുകൾ കാണിച്ചു. ഇത് ആരൊക്കെയാണെന്ന് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് ഒറ്റ നോട്ടത്തിൽ വ്യത്യസ്തമാണ് അല്ലെ? കുട്ടികൾ വ്യത്യസ്തരാണ്, അവരുടെ ചിന്തകളും കഴിവുകളും വ്യത്യസ്തമാണ്. അമ്മയുടെ അങ്ങനെ തന്നെയാണ്, അച്ഛൻ്റെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, പക്ഷെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നത് ഒരു ഫാമിലി എന്നാണ് പറഞ്ഞത്. ഫാമിലി എന്നുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലെ? എല്ലാവരും തുല്യരാണ്. ഓക്കെ, നോക്കാം. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള റോളുകളുണ്ട്. ഒപ്പം അമ്മയ്ക്കും അതുപോലെ തന്നെ സെയിം റോളുകൾ തന്നെയുള്ളത്. അച്ഛൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇത് ഒരുപാട് കയറുകളുണ്ട്, ഒപ്പം ഒരുപാട് തലകളുണ്ട്. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓ, കുട്ടികളാണല്ലോ, സോറി, ആ കാര്യം ഞാൻ മറന്നുപോയി. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാം. ഈ പ്രാവശ്യം ഒന്നിനെ മാത്രം ഞാൻ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റും. 1 + 1 1 + 1 2. ഓക്കെ ഓക്കെ. പക്ഷേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ചില കണക്കുകൾ മാറാറുണ്ട്. ഇതിൽ ആരൊക്കെ കണക്കുകൾ മാറിയേക്കുന്നേ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരും മാറിയിട്ടില്ലേ? പക്ഷെ എൻ്റെ മാറി. 1 + 1 എന്നുള്ളത് 1 + ബിഗ് 1 ആയി. ഓക്കെ, അപ്പൊ ആരും മറന്നു പോകരുത്. നമ്മളെല്ലാവരും അല്ലെ, കുറച്ച് പേരുണ്ട്, ഭൂരിഭാഗം പേരും മാരീഡ് ആണ്. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മളൊരു ലൂപ്പിലാണ്. ലൂപ്പാണോ? അല്ല, അതൊരു ബോണ്ടാണ്. സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു ബോണ്ടാണ്. പക്ഷേ ചില സമയങ്ങളിൽ ചില ഇൻവിസിബിൾ പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, ചിലപ്പോൾ ഈഗോ ആയിരിക്കും. പക്ഷെ അവർ നന്നായിട്ട് പണിയെടുക്കും. ചില സമയങ്ങളിൽ അതിനുള്ള റിസൾട്ടും ഉണ്ടാവും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും, ഓ അതങ്ങനെ മുറിഞ്ഞു പോയി, നമ്മൾ രണ്ടായെന്ന്. പക്ഷെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, കുറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ, ഒരിത്തിരി ക്ഷമിക്കുകയാണെങ്കിൽ അത് വീണ്ടും പഴയ പോലെ ആവും.